ഗൈസ്, ഇന്നത്തെ വീഡിയോ ക്യാരംസ് കളിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കളിക്കും. അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കളിക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ കളി തുടങ്ങാൻ പോവുകയാണ്. ഫസ്റ്റ് ഞാനാണ്. നല്ല അടിപൊളി മഴയുണ്ട് ഗൈസ്. നിങ്ങൾക്ക് കാണാമോന്നറിയില്ല കേട്ടോ. നല്ല അടിപൊളി തണുപ്പുണ്ട് ഗൈസ് ഇവിടെ. അതാണ് ഞങ്ങൾ ഫാൻ ഓഫ് ആക്കിയത്. ഗൈസ്, ഞാൻ കൂട്ടി വെച്ചു ഗൈസ്. എനിക്ക് ഇപ്പം 30 പോയിന്റ് ആയി. പോയിന്റ് ഒക്കെ പറഞ്ഞത് ഇടക്കിടക്ക് അടിച്ചു കിട്ടുന്ന എല്ലാം അച്ഛന് ഒരെണ്ണം കൂടി അടിച്ചാൽ റെഡ് കിട്ടും ഗൈസ്. മേടിച്ച കളിയാണ് ഗൈസ്. ഗൈസ്, നിങ്ങൾക്ക് മേടിച്ച കളി അറിയാമോന്നറിയില്ല കേട്ടോ. മേടിച്ച കളി എന്ന് വെച്ചാൽ ഓരോ ഈ മുള്ളുകൾക്ക് 50 പോയിന്റാണ് വേണ്ടത് ഗൈസ്. അടുത്തത് നമ്മൾ സ്ട്രൈക്കർ വെക്കുന്ന ബോർഡിന് വേണ്ടത് 100 രൂപ, 100 പോയിന്റ് വേണം. പിന്നെ വേണ്ടത് ഹോളാണ്. ഹോളിന് 150 പോയിന്റ് വേണം ഗൈസ്. ഹോളും കൂടി മേടിച്ചു കഴിഞ്ഞാൽ കളി തീരും ഗൈസ്. ഗൈസ്, എനിക്കിപ്പോൾ 40 ആയി ഗൈസ്. ഒരു വൈറ്റും 2 ബ്ലാക്കും. ഗൈസ്, എനിക്ക് 2 എണ്ണം വീഴുകയും ചെയ്ത് അതിൻ്റെ ഇപ്പം ഫൗളും ആയി ഗൈസ്. ഇപ്പം ഞാൻ അടിച്ചിട്ടത് കാരണം എനിക്ക് മേടിച്ചാൽ ഗൈസ്. മേടിച്ചാലും എനിക്ക് കളി കിട്ടും. വൈറ്റ് വെച്ചോ. വൈറ്റ് വെച്ചിട്ട് ഞാൻ കളി കിട്ടും ഗൈസ്. എനിക്ക് 50 ആയി ഗൈസ്. 3 ബ്ലാക്കും 1 വൈറ്റുമാണ്. ഞാൻ മേടിച്ചതാണ് ഗൈസ്. ഞാൻ ഇത് മേടിച്ചു, ഈ മുള്ള. ഗൈസ്, എനിക്കിപ്പോൾ ഫൗള് വീഴണ്ടായിരുന്നു ഗൈസ്. ഞാൻ ഫൗളിനായിട്ടൊരു വൈറ്റ് വെച്ചായിരുന്നു കേട്ടോ. അച്ഛന് 20 പോയിന്റ് ആണ് ഗൈസ്. ഓ ഗൈസ്, അടുത്തത് വച്ചു വീഴ്ത്തി. ബ്ലാക്ക് അടിച്ചാൽ മഴ എടുക്കല്ലോ എടുക്കാം. ഏതാണ് ഞാൻ അതിലോട്ട് അടിക്കാൻ എങ്ങനെയോ ചക്ക വീണ് റെഡ് വീണ്. അച്ഛൻ നടുക്കടിച്ചു ഗൈസ്. അപ്പൊ നടുക്കടിച്ച് തിരക്ക് റെഡിക്കൊണ്ട് റെഡ് വീണ് ഗൈസ്. അച്ഛന് പോലും അറിയില്ല ഗൈസ് എങ്ങനെയാ അത് വീണ്. അടുത്തത് വീഴ്ത്തണം, അതാണ് ഏറ്റവും വലിയ ടാസ്ക്. അടുത്തത് വീഴ്ത്തിയ അച്ഛന് സ്വന്തം സ്വന്തമാക്കാം.
റെഡ് മിക്സായി. എനിക്ക് മിസ്സായി ഗൈസ്. റെഡ് അല്ല വൈറ്റ്. ആ ഹോളിന്റെ അടുത്ത് കിടക്കുന്ന പൈപ്പിന്റെ സൈഡിലുള്ള രണ്ടെണ്ണത്തിലും കൊണ്ട് ആ പൈപ്പിന് മാത്രം കൊണ്ട്. ഓ അച്ഛന് ഭാഗ്യമുണ്ട്. അത് ആ പോളിന് കുറച്ച് പോയിരുന്നെങ്കിൽ അച്ഛൻ്റെ കളി പോയിരുന്നു. ഞാൻ അടിച്ചിട്ട് കഴിഞ്ഞു എല്ലാം. ഞാൻ അടിച്ചിട്ട് എനിക്ക് വീണ്ടും 50 ആ ബ്ലാക്ക് എനിക്ക് അടുത്ത 50. ഞാൻ അടിച്ചിട്ടിട്ട് മേടിച്ച് കാരണം എനിക്ക് കളിയുണ്ട്. അതിങ്ങനെ വന്നില്ല അപ്പൊ കമത്തണം കമത്തി. നിങ്ങൾക്ക് കേൾക്കാവുന്ന അറിയാം. കേൾക്കുന്നുണ്ടോന്ന് ഞങ്ങൾക്ക് അറിയില്ല ഗൈസ്. നല്ല മഴയാണ് ഗൈസ് ഇവിടെ. മഴയ്ക്ക് ശക്തിയില്ല ഗൈസ്. പക്ഷെ ഭയങ്കര സൗണ്ടാ ഗൈസ്. അത്ര വലിയ മഴയൊന്നുമല്ല ഗൈസ്. പക്ഷെ ഭയങ്കര സൗണ്ടാ. ഇപ്പൊ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് ഗൈസ്. കുറയും കൂടും. ആ ഇപ്പൊ ചെറിയൊരു രാത്രി മഴയാണ്. എനിക്ക് 50 ആണോ? എനിക്ക് വാങ്ങിക്കാവോ? വാങ്ങിക്കട്ടെ. ഞാൻ വാങ്ങിക്കാൻ പോകുവാണ്. ഗൈസ് അച്ചു മേടിക്കാൻ പോവാണ്. മേടിച്ചോളൂ. ഞാൻ വാങ്ങിക്കുന്നത് ഇപ്പോൾ ഈ മുള്ളിൽ എൻ്റെ ഒരു വൈറ്റ് മുട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഏത് വാങ്ങിക്കുമെന്ന് എനിക്ക് കൺഫ്യൂസ്. അല്ലെങ്കിൽ ഈ മുള്ളു വാങ്ങി. അത് ഞാൻ ഞാൻ ഈ മുള്ളു വാങ്ങിച്ചു ഗൈസ്. ഞാൻ റിസ്ക് എടുക്കാൻ പോവാണ്. അടിച്ചിടാൻ പോവാണ്. വീണ് ഗൈസ്. ഇപ്പൊ എനിക്ക് രണ്ടെണ്ണം മേടിക്കാൻ. പക്ഷെ രണ്ടെണ്ണം മേടിക്കാൻ പറ്റില്ല. ഒരെണ്ണം അച്ചു എടുക്കാം. അപ്പൊ ഒരെണ്ണം ഇനി ബാക്കിയുള്ളൂ. ഞാൻ 50 വെച്ചിട്ട് അച്ചുവെണ്ണം മേടിച്ചതാ. ഞാനിത് മേടിച്ചു ഗൈസ്. ഞാൻ അടിച്ചിട്ടത് കാരണം എനിക്ക് കളിയുണ്ട്. ഓ ഗൈസ് ജസ്റ്റ് മിസ്. ഇപ്പൊ മഴ ചെറുതായിട്ട് പൊടിയണല്ലേ ഗൈസ്. കൊള്ളാനില്ല. ഓ ഗൈസ് അതെങ്ങനെയൊക്കെയോ വീണു ഗൈസ്. ഹോളി വേണല്ല. നമ്മൾ മേടിക്കാനായിട്ട് നടുക്ക് വെച്ചത് എങ്ങനെയൊക്കെയോ കൊള്ളുന്നില്ല. ഗൈസ് ഇതെന്റെ ഞാൻ മേടിച്ച മുള്ളി മുട്ടിയതാണ്. കളി പോയി. ഗൈസ് അച്ചു മുള്ളില് മുട്ടിയത് അടിച്ചു ഗൈസ്. അത്
പോയാലും കുഴപ്പമില്ല. 2 കൂടുതലുള്ളവര് 3-4 പേരുള്ള കളി പോയി ഗൈസ്. ആ ചച്ചു വെറുതെ കൂട്ടിക്കൊടുത്തു ഗൈസ്. ഗൈസ് ഞാനൊരു ബ്ലാക്ക് വെച്ച് ഗൈസ് ഈ ബോർഡിന്റെ ഇതിന്റെ പുറത്ത് പോയാല് ഫൗളാണ്. പുറത്ത് പോയില്ലാല് ഫൗളല്ല ഗൈസ്. നീ അടിച്ചിട്ട് പിന്നെ അടിച്ചങ്ങനെയാക്കിയതല്ലേ ഇല്ലാത്തതൊന്നുമില്ലേ? നോട്ടിട്ടുണ്ട്. എനിക്ക് എനിക്കൊരു 30 പോയിന്റും കൂടി കിട്ടിയ എനിക്ക് അടുത്തത് ഗൈസ്. ഞാൻ അടിച്ചു പറഞ്ഞാൽ തെറച്ചു പോയി ഗൈസ്. ഒരു ബ്ലാക്കാണ്. ഗൈസ് മുള്ളെ കൊണ്ടിട്ട് തിരിച്ചോളൂ. ഞങ്ങളിവിടെ ഇതിന് മുള്ളെന്നാണ് പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ ആരോന്നായിരിക്കും പറയണത്. ചിലവർ ആരോന്നും പറയാറുണ്ട്. ഒച്ച തടിച്ച എനിക്ക് റിവേഴ്സ് ചക്ക വീണതാണ് ഗൈസ്. അത് വേറൊരു കാര്യം. ചക്ക വീണതാണ്. എനിക്ക് 80 പോയിന്റ് ഉണ്ട്. അച്ഛന് 10 പോയിന്റ്. അച്ഛൻ ഭയങ്കര ദാരിദ്ര്യമാണ് ഗൈസ്. പാവപ്പെട്ട കുടുംബത്തിലെ ഗൈസ്. ആ ആരോയിൽ ജസ്റ്റ് മിസ്സാണ് ഗൈസ്. ജസ്റ്റ് ഒന്ന് തൊട്ടാല് അത് മുട്ടുന്നു. എനിക്ക് 100 ഉണ്ട്. 4 വൈറ്റും 2 ബ്ലാക്കുമാണ് ഗൈസ്. അപ്പോൾ അത് 100 അല്ലേ? 4 വൈറ്റ് എന്ന് വെച്ചാൽ 80 പിന്നെ 2 ബ്ലാക്ക് 20. ഞാൻ അടിച്ചിട്ട കാരണം എനിക്കറിയണ്ട്. ഞാനിത് മേടിച്ചു ഗൈസ്. സാധാരണ കൂട്ടി അച്ഛൻ്റെ കളിയാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ ഞാനത് ചക്ക വീണാണ്. ഞാൻ അടിക്കേട്ട് അടിക്കാൻ നോക്കിയതാണ്. ഇന്നത്തെ അച്ഛന് കളിക്കാൻ അറിയാട്ടോ ഗൈസ് പറഞ്ഞത്. അച്ഛന് കളിക്കാൻ അറിയാം. അച്ഛൻ ഇടക്ക് തോപ്പിക്കാറൊക്കെയുള്ളതാ. പക്ഷെ അവളൊക്കെ അടിക്കുമ്പോ സ്ഥലം മറക്കും ഗൈസ്. പ്രശ്നം ഇത് റെഡില് മുട്ടി. ഇത് ഞാൻ മേടിച്ചതിന് മുട്ടിയിട്ടുണ്ട്. ഞാൻ വൈറ്റ് എന്തെങ്കിലും അടിച്ചിട്ട് എനിക്ക് ഈ റെഡ് കിട്ടും ഗൈസ്. ഗൈസ് എനിക്ക് ഈ ബ്ലാക്ക് കിട്ടി. ഗൈസ് നിങ്ങൾ കേട്ടല്ലേ ഞാനിത് വാങ്ങിക്കണത്. ഈ ബ്ലാക്ക് എനിക്ക് കിട്ടി. ഗൈസ് ഇത് അച്ഛന് കിട്ടി. ഓ ഗൈസ് 2 പ്രാവശ്യം കിട്ടി. പക്ഷെ 2 കൊണ്ടില്ല. പതുക്കെ ഞാൻ മിക്കവാറും ഞാൻ ഈ കളി തോന്നും.
ഞാൻ അത് മേടിച്ചു ഗൈസ്. ആ ബ്ലാക്ക് സ്ട്രൈപ്പർ ഞാനിത് അടിച്ച് ചേർപ്പിക്കാൻ പോവാണ് ഗൈസ്. ഒരെണ്ണം അങ്ങോട്ട് തെറിച്ചു ഗൈസ്. ഒരെണ്ണം ഹോളിലും വീണ്. ഒരെണ്ണം ഹോളിൽ വീണ് ഗൈസ്. ഞാനത് ശ്രദ്ധിച്ചില്ല. അച്ഛനാണ് എനിക്ക് കാണിച്ചത്. വേറെ എണ്ണം അറ്റത്ത് വന്ന് കിടക്കുന്നുണ്ട്. സുഖം പക്ഷെ ഞാൻ അടിച്ചു വീഴ്ത്താന്നറിയില്ല. ഞാൻ അടിച്ചു വീഴ്ത്താന്നറിയില്ല ഗൈസ്. ഓ ഗൈസ് ജസ്റ്റ് എനിക്ക് 50 പോയിട്ടുണ്ട്. ഇത് പൊട്ടിയിട്ടുണ്ട്. ഇതെനിക്കാണ്. ഞാൻ മുട്ടിക്കൊടു സർവീസ് കൊണ്ടു. അടി. ഓ ഓക്കെ കേട്ടോ. ഒറ്റന് വീണ് ഗൈസ്. ഓ ഓ എനിക്കറിയായിരുന്നു ഗൈസ് മുട്ടുമെന്ന്. ഞാൻ അച്ഛനെ കൊണ്ട് തൊഴിപ്പിക്കാൻ നിന്നത് സ്ട്രൈക്കറിൽ. ഗൈസ് ഇപ്പൊ മൈനസ് വീണതിനുള്ള കാര്യം കൂടെ പോയി. തൊട്ടടുത്ത് പറഞ്ഞാണ് ഗൈസ് ഇരിക്കുന്നത്. ചരിഞ്ഞാണത് ഇരിക്കുന്നത്. ഇന്നലെ കഴിച്ചപ്പോ ഇതേപോലെ ആയിരുന്നു. ഗൈസ് എനിക്ക് 100 ആയിട്ടുണ്ട്. അത് ഞാൻ തട്ടിയതല്ല ഗൈസ്. തട്ടിയതല്ല, ഞാൻ മേടിക്കാൻ വന്നതാണ് ഗൈസ്. അടിച്ച കളിയില്ല. ഞാൻ അടിച്ചിട്ടിട്ടാണ്. അല്ലോ ഓ ശരിയാ. ഞാൻ മേടിച്ചു ഗൈസ്. ഞാൻ ഇതാണ് മേടിച്ചത്. ഏത്? ഓ ഗൈസ് അച്ചു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ കളിയിൽ റിവേഴ്സ് അടിച്ച് വീഴ്ത്തുന്നത്. അല്ല അല്ല ആദ്യമാണ് ഫസ്റ്റ് ചക്ക വീണത് അച്ചു റിവേഴ്സ് ആണ് ഗൈസ്. അച്ചു പറഞ്ഞില്ലേ നടുക്കിട്ടടിക്കുമെന്ന്. പക്ഷെ അത് റിവേഴ്സ് ആയിരുന്നു. അത് റെഡ് ആണ്. റെഡ് ആ റെഡ് വീണത് റിവേഴ്സ് ആയിരുന്നു. ഇത് രണ്ടാമത്തെ റിവേഴ്സ് ആണ്. ഓ ഗൈസ് അത് മൂന്നാമത്തെ ആയാലും ഇപ്പോ അത് ഞാൻ എടുത്തു ഗൈസ്. എനിക്ക് റിവൈസ് അടിക്കാൻ അറിഞ്ഞൂടാ. അച്ചു എങ്ങനെ അടിക്കണെന്ന് വെച്ചാല് ഇങ്ങനെയാണ് ഗൈസ്. ഇങ്ങനെ വെച്ചിട്ടാണ് ഗൈസ് അടിക്കുന്നത്. കാര്യം അച്ചുവിന് ഇങ്ങനെ അടിക്കാൻ അറിയില്ല. അവളുടെ വേരുകൾ വേദന എടുക്കുന്നതാണ് അവൾ പറയണത്. കാരണം അച്ചു ഇങ്ങനെയാണ് അടിക്കുന്നത്. ഞാനൊന്ന് അങ്ങനെ അടിച്ചു നോക്കാൻ പോവാ. അല്ല ഇനിയിത് അടിച്ചു വീണ അടിച്ചു നോക്കാൻ പോവാണ് ഗൈസ്. ഞാനങ്ങനെ അടിച്ചു ചേർത്തിട്ടെ. ഞാൻ അടിച്ചു ചേർത്തിക്കാൻ പോവാ. ഓ ഗൈസ് ഒന്നിനെ കൊണ്ടില്ല. എന്റെ ഉള്ളില് അതിന്റെ ആരോഗ്യം കിട്ടി. ഇതെനിക്ക് കിട്ടി. ഈ ബ്ലാക്ക് എന്റെ ഞാൻ മേടിച്ചതിലാണ് ഇരിക്കുന്നത്. എനിക്കാണ്
അതിനിട്ടടി വീരും. അത് വീണ ഉള്ള ക്രെഡിറ്റ് മൊത്തം അച്ചുവാണ്. വീണില്ല, മുള്ളേക്കുണ്ട്. അതെനിക്ക് കിട്ടിയത് പറയണ്ടായിരുന്നു. അച്ചു റിവേഴ്സ് അടിച്ചതാ മുകളിലുള്ള ഗൈസ്. അതിനിട്ടല്ല, അതിനിട്ടടി. ഗൈസ് ഞാൻ അടിച്ചിട്ട് ഞാൻ മേടിക്കുകയാണ് ഗൈസ്. ഞാനിത് മേടിച്ചു. അച്ചു തോറ്റുന്ന സമ്മതിച്ച ഞാനത് അടിക്കുന്നില്ല, അത് അച്ചു അടിക്കട്ടെ. അങ്ങനെ അടിക്കാം. പതുക്കെ അടിച്ച മുട്ടിച്ചു, പതുക്കെ മുട്ടിച്ച് നേരെ അടി. അത് തെറിച്ചു പോയി. ഓ അച്ഛ അടിച്ചിട്ട് ആ വയറ്റ് തന്നെ ആ വയറ്റ്. ഗൈസ് ഇത് 4 ഞാൻ മേടിച്ചതാണ് ഗൈസ്. 4 വാങ്ങിച്ചോ? ഇത് വാങ്ങിച്ചില്ല. അതാണ് ഇപ്പൊ വാങ്ങിച്ചത്. ഓ അതെന്താണ് കാണിച്ചെന്ന് അച്ഛൻ അത് കണ്ട ഞാൻ അടിച്ചത്. ഇതിന്റെ ഫ്രണ്ട് വരെ വന്ന് ഫ്രണ്ടിലിരുന്ന് കറങ്ങിയിട്ട് നടക്കുമെന്ന്. കറക്റ്റ് പ്രകൃതി പോലെ. അടിച്ചത് പൊളിപ്പോയി. ഇതെല്ലാം ഒരു വെറൈറ്റി. അച്ഛൻ നല്ലോണം പടം വരയ്ക്കുന്നു. നമ്മള് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ബുക്ക് റിലീവ് അല്ലേ, റിവീല് അല്ലേ. അത് നിങ്ങൾ കണ്ടില്ല, എനിക്ക് കാണണം പോയി. സൂപ്പർ വീഡിയോ ആണ്. അത് മാത്രം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. ഓ ഇല്ല, മുട്ടിട്ട് ഇതാ തോറ്റൊന്നും സമ്മതിച്ചാ കൈ മാറ്റി കാണാൻ പറ്റില്ല. എത്ര ബ്ലാക്ക് വൈറ്റ് ഉണ്ട്? 2 ബ്ലാക്ക് 1 2 3 4 80 കിട്ടണം. മേടിക്കാൻ പറ്റില്ല, എനിക്ക് 150 ഇനി മേടിക്കണേ. ഞാൻ തോറ്റൊന്ന് സമ്മതിച്ചിരിക്കുന്നു. എനിക്ക് എന്നാലും കൂടെ എനിക്ക് 5 വൈറ്റ് 5 ബ്ലാക്ക് ഉണ്ട്. ഒരു ബ്ലാക്കിന് എനിക്കാണ് ഗൈസ് കൂടുതൽ. കളിക്കാൻ പോവാണ്. അത് തോറ്റൊന്ന് സമ്മതിച്ച ഇല്ല. ഒരു പൈസ നംസേനെക്കാട്ട് ഒരു സംഖ്യ കൂടിയിട്ട് ഞാൻ നിർത്തി. ഓക്കെ ഓ അത് ജസ്റ്റ് മിസ്. അച്ഛൻ്റെ ഇപ്പം കുട്ടീനെ കിട്ടില്ല. പതുക്കെ വിട്ട് ഇങ്ങനെ മുട്ടിക്കണം. പതുക്കെ ഇങ്ങനെ മുട്ടിക്കണം. ഇങ്ങനെ മുട്ടിക്കണം. അച്ഛൻ്റെ ഡയറക്ഷൻ ഓ ജസ്റ്റ് മിസ്സാണ് കേസ്. ഇത് എൻ്റെ ഒരു മുട്ടി, ഇത് മുട്ടി, ഇത് മുട്ടി. അച്ഛൻ്റെ കളി പോയതാണ് ശരിക്കും. അതടിക്കാതെ ഇതടി.
ഒന്നിലും കൂട്ടികളില്ലാതെ അച്ഛനെ അടിക്കാനറിയില്ല ഗൈസ്. എത്ര കാണിച്ചാണ് ഗൈസ് ഞാൻ വെച്ചു പതുക്കെ പിടിക്കും പതുക്കെ. പവർ കൂടിയല്ല 2 തവണ. ഞാൻ തോറ്റത് ഇല്ല എന്റെ കളിയല്ലേ, എന്റെ കളിയാ. നീ അടിച്ചിട്ടാണ് ഞാൻ പഠിപ്പിച്ചുതരാം, പറഞ്ഞുതരാം. ഇവിടെ അവിടെ ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് അതാ പറ്റില്ല. ഇച്ചിരി കൂടി നീക്കാം, എമ്മിലോട്ടാക്ക്. അതും പറ്റില്ല, അത് ഇവിടെ കൊള്ളും. എമ്മിലോട്ടാക്കടി. ഇച്ചിരി 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 ഇങ്ങോട്ട് പതുക്കെ പതുക്കെ നീക്കുക. ഇച്ചിരി ഇച്ചിരിയും കൂടി നീക്കടി ഇങ്ങോട്ട്. മതി, അടിച്ചോ. ജസ്റ്റ് മിസ്സാണ്. ഇത് ഈ പൊട്ടിയില്ലാന്ന് പറഞ്ഞാൽ ഇരിക്കുന്നത്. ഗൈസ് എന്നാലും അച്ഛൻ ആ വൈറ്റ് അടിച്ചിട്ടും കാര്യമില്ല ഗൈസ്, എനിക്കാണ് കൂടുതൽ. നമുക്ക് എണ്ണി നോക്കാം ഗൈസ്. 100 180. എനിക്ക് 150 ഉണ്ട് ഗൈസ്. എനിക്ക് വേണമെങ്കിൽ മേടിക്കാം. അച്ചൂന് 90. എത്ര വൈറ്റ് അത് 40 80. അച്ചുവിന് 80 ഗീസ്. എനിക്ക് 150 ഉണ്ട്. അപ്പം അച്ചു തോറ്റെന്ന് പിന്മാറി ഗീസ്. ഇന്നത്തെ കളി ഇത്രയേ ഉള്ളൂ. ടാറ്റ.